നിങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് 6th സെഷനാണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്നത്. വളരെയധികം ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. കാരണം ആദ്യം നമ്മളിന്ന് 2 മെയിൻ ടേക്ക് അവേസ് ആണ് ഇന്നത്തെ ആക്ടിവിറ്റി ക്ലാസ്സിൽ. എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തത് ഒരു തെറാപ്പി ആയിരുന്നു. ആ തെറാപ്പിയിൽ നമ്മൾ ഷൂക്ക് ചെയ്തു, കംപ്ലീറ്റ്ലി നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ ആരെയോ കാണേണ്ട ആൾക്കാരൊക്കെ എല്ലാവരും കണ്ടു. അവരുടെ ഉള്ളിലുള്ള ആ എനർജി നമ്മുടേക്ക് പകർന്നു തന്നു. നമ്മൾ എന്തൊക്കെയോ ഒരു പോസിറ്റീവ് മോട്ടിവേഷനാണ് ക്രിയേറ്റ് ചെയ്ത്. ഇപ്പോൾ ചിലർക്ക് നെഗറ്റീവ് ഫീലിങ്സ് വെൻറ്റിലേറ്റ് ചെയ്തിട്ട് പോസിറ്റിവിറ്റി ഉള്ളിലേക്ക് വന്നു. ഈ ഒരു തെറാപ്പി ചെയ്തതിൻ്റെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ, ഇത് ചെയ്തതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ ആരുമല്ല, നമ്മൾ ശരിക്കും എംപ്റ്റി ആയിട്ടുള്ള ഫീലിംഗാണ് വന്നത്. അതുകൊണ്ട് കൂടുതൽ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, പുതിയ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സെൻസേഷൻ എനിക്ക് ഉള്ളിൽ ഫീൽ ചെയ്തു. അതുകൊണ്ട് സെക്കൻഡ് ആക്ടിവിറ്റി സാർ ആർട്ട് ഓഫ് ഫൊർഗീവ്നെസ് തന്നപ്പോൾ അതെനിക്ക് കൂടുതൽ എളുപ്പമായി. കാരണം ശരിക്കും ഞാൻ ആരുമല്ല, എൻ്റെ ഉള്ളിൽ ഞാൻ എന്തിനു വിദ്വേഷം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അങ്ങനെ ഒരു സെൻസേഷൻ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ചില കണക്റ്റഡായിട്ട് ചില ആൾക്കാർ ദേഷ്യം ഇല്ലാത്തതും ഗിൽട്ട്, ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് വരുന്ന പേരുകളൊക്കെ പടപടാന്ന് എഴുതി. അങ്ങനെ 94 ആൾക്കാരുടെ പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് 94 ആയത്. ചിലപ്പോൾ 1000 ആവുകയും ചെയ്യും, ഡസൻറ്റ് മാറ്റർ. പക്ഷേ എനിക്ക് എന്നോട് ഐ ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ മൈസെൽഫ്. കാരണം എന്താ അറിയോ, ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ആ ഉള്ളിലുള്ള ആൾ എന്നെ ഉണർത്തിച്ച് പറയുന്നുണ്ട്, ഈ ആളെടുത്തോ, ഈ അറ്റൻഡൻസ് പറയില്ലേ, ഐ ആം പ്രസൻറ്റ്, അങ്ങനെ ഓരോരുത്തരെ എണീച്ച് പറയുകയാണ്, ഇനി എൻ്റെ പേരെടുക്കുക. അങ്ങനെയാണ് എല്ലാവരും വന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ശരിക്കും ഇന്ന് മാത്രമല്ല, ഇതൊരു തുടക്കമായിട്ട് നമ്മൾ ലൈഫ് ലോങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരിക്കും വിചാരിക്കുന്നത് ശരിക്കും നമ്മൾ നടത്തില്ല, ദൈവം തമ്പുരാൻ നമ്മളെ കൊണ്ട് നടത്തിച്ചു തരും. കാരണം എന്താ പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെ പൊറുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് എൻലൈറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്ന് ഈ വേദി ഒരുക്കി തന്ന് നമുക്ക് ഷുക്കൂർ സർ, പിന്നെ അതേമാതിരി നമുക്ക് ദൈവമായിട്ട് ഇന്ന് വന്നിട്ടുള്ള ഫാസിൽ സാറും വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് സർ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ടു ഹാവ് യു ഹിയർ. ഇന്ന് ഇതൊരു തുടക്കം മാത്രമല്ല, ഇറ്റ്സ് ആക്ച്വലി ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ ഇന്ന് 6ാമത്തെ ക്ലാസ് ആയാലും ഞാൻ ജോയിൻ ചെയ്ത 2nd ക്ലാസ് മുതൽ, അപ്പം ആ ഓരോരു ആഴ്ചയിൽ എനിക്ക് വളരെയധികം റിമാർക്കബിൾ ചേഞ്ചസ് ആണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേഞ്ചസ് ഉള്ളപ്പോൾ ഞാൻ ഈ പുട്ടിന് നമ്മൾ തേങ്ങടില്ലേ, ആ രീതിയിൽ എനിക്ക് തോന്നുമ്പോൾ ഒക്കെ ഞാൻ ഷുക്കൂർ സാറിനെ വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഷുക്കൂർ സാറ് ഒരു സെൻസ് ഓഫ് മോട്ടിവേഷനാണ്. സാർ തുഷാർ സാർ വെരി ഗുഡ്. സാറ് വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്തായാലും സ്പോണ്ടനിറ്റി, ആ കറക്റ്റ് ടൈമിന് സാർ തിരക്കായാലും സാർ മെസ്സേജ് ചെയ്യും, അല്ലെങ്കിൽ സാർ റെസ്പോൺസ് ചെയ്യുന്ന ആ ഒരു ഓപ്പൺനെസ്സും അത് ആ അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയത്. അപ്പോൾ നമ്മളെല്ലാവരും ചുരുക്കി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്രയും ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടുമ്പോൾ, ദൈവമായിട്ടുള്ള നമ്മുടെ എല്ലാ ചുറ്റിലുള്ള പോസിറ്റീവായിട്ടുള്ള നമ്മളെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കിട്ടുമ്പോൾ നമ്മളൊരു കാര്യം മറക്കണം.